ബിഗ് ബോസ് മലയാളം സീസൺ 5 തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ചകൾക്ക് അല്ലെങ്കിൽ 2-3 ആഴ്ചകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിരുന്ന 1-2 വിജയികളുണ്ടായിരുന്നു. ഇവർ വിജയിക്കാൻ സാധ്യതയുള്ളവരാണ് എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു 2-3 പേര് ആ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു റെനീഷയുടെ ഗെയിം എന്ന് പറയുന്നത് വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ക്വാളിറ്റിയുള്ള ഒരു ആളായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് ആദ്യത്തെ ഒരു കുറേ നാളുകൾ ഫീൽ ചെയ്തത്. ഏകദേശം 1.5 മാസത്തോളം അത് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. റെനീഷ ടോപ്പ് വരും, ഏറ്റവും ടോപ്പിൽ വരും എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ റെനീഷ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ചത്, സൗഹൃദത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ഗെയിം മറക്കുകയും ചെയ്ത് റെനീഷയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ആൾ താഴേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾ ഗെയിം പുറത്തുനിന്ന് കാണുന്ന, ലൈവ് കാണുന്നതായാലും എപ്പിസോഡ് കാണുന്ന ആളുകളായാലും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, അതേപോലെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു കാര്യം ഇപ്പോൾ അവസാനം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പുറത്തു നിന്ന് ജ്യേഷ്ഠൻ വന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ജ്യേഷ്ഠൻ വന്ന് പറഞ്ഞപ്പോഴാണ് റെനീഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഇതിനകത്ത് സൗഹൃദം നേടാനല്ല വന്നിട്ടുള്ളത്, ഗെയിം കളിക്കാനാണ് എന്നുള്ളത് റെനീഷയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും അത് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അവസാന നിമിഷം, ഇനി 10 ദിവസമാണുള്ളത്. ഈ 10 ദിവസം കൊണ്ട് എങ്ങനെ ഗെയിമിനെ മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ റെനീഷയെ കൊണ്ട് പറ്റുമായിരിക്കും, അറിയില്ല. എന്തായാലും വൈകിട്ടാണെങ്കിലും അത് മനസ്സിലാക്കി സൗഹൃദത്തിനല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നത്, ഗെയിം കളിക്കാൻ തന്നെയാണ് എന്ന് റെനീഷ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സൗഹൃദം വേണ്ട എന്നല്ല, സൗഹൃദം വേണം. പക്ഷേ സൗഹൃദത്തിനപ്പുറത്തേക്ക് ഇതൊരു ഗെയിം ഷോ ആണ് എന്നുള്ള മനസ്സിലാക്കലാണ് ബിഗ് ബോസ് ഹൗസിൽ വേണ്ടത്. സെറീന എന്ന് പറയുന്ന വ്യക്തി, സെറീനയ്ക്ക് സൗഹൃദം ആവശ്യമാണ്. ആ സൗഹൃദങ്ങൾ പക്ഷേ ഗെയിമിന് വേണ്ടി കൂടെയാണ് സെറീന അവിടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മാത്രം തോന്നണാണോ എന്ന് എനിക്കറിയില്ല. കാണുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറയാം. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. റെനീഷയാണോ സെറീനയാണോ ഇവിടെ ശരി എന്നുള്ളത്. എന്തായാലും ആ സൗഹൃദം ഇപ്പോൾ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ആ സൗഹൃദം അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം കളിക്കാനുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. അവിടെ സൗഹൃദങ്ങൾക്ക് വില നൽകാം. ഷിജുവും അഖിൽമാരും സുഹൃത്തുക്കളാണ്, അവർക്ക് ആ സൗഹൃദത്തിന് വില നൽകുന്നുണ്ട് അവർ. എന്തായാലും ഈ 10 ദിവസം കൊണ്ട് എന്ത് മാറ്റമാണ് ഈ 2 പേരിൽ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫിനാലയിൽ ആരാണ് വേദിയിൽ അഖിൽമാരുടെ തൊട്ട് താഴെയായിട്ട് നിൽക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം.